ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇന്നലെ ഞാൻ ഇതേ സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളൊരു ബാരിഷ് ക്യാൻഡിൽ എന്നാണ്. അതെല്ലാം തിരുത്തിക്കുറിച്ച് കഴിഞ്ഞൊരു 2 ദിവസത്തെ ബാക്ക് ടു ബാക്ക് ലോസിൻ്റെ ഓൾമോസ്റ്റ് ഒരു 70% ഗെയിൻ ചെയ്തിട്ടാണ് ഇന്ന് നിഫ്റ്റി ഒരു ബുള്ളിഷ് ക്യാൻഡിലുമായിട്ട് നമ്മളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. സോ റെസ്പെക്റ്റ് ചെയ്യണം മാർക്കറ്റിന്. റിസ്ക് ടേക്കേഴ്സ് ക്യാൻ ഗോ ഇഫ് യു വാണ്ട് ലോങ്. ടാർഗറ്റ് ഷുഡ് ബി 14,650 and above. Risk है तो इश्क है भैया. So guys, go ahead. ഇന്നത്തെ മാർക്കറ്റ് ക്യുക്ക് റിവ്യൂ. നിഫ്റ്റി ക്ലോസ് ചെയ്തത് 14,521 239 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്തിട്ടുള്ള 49,398 834 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 32,424 613 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റി IT 26,043 ക്ലോസ് ചെയ്തു 127 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. S&P BSE സ്മോൾ ക്യാപ്പ് 18,634 ക്ലോസ് ചെയ്തിട്ടുള്ളത് 305 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ആൻഡ് നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 14,281 ആൻഡ് ടുഡേയ്സ് ഓപ്പണിംഗ് 14,371. ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഡേ ഹൈ വെൻറ്റ് അപ് ടു 14,546. ഡേ ലോ വാസ് 14,350 ആൻഡ് 239 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 14,521 നിന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്യുകയായിരുന്നു. നിഫ്റ്റിക്ക് ഇന്ന് മെയിനായിട്ട് ബൂസ്റ്റ് പകർന്ന സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ HDFC ട്വിൻസ്, ബജാജ് ഫിനാൻസ്, റിലയൻസ്, ICICI ബാങ്ക്, മെനി മോർ. അതേസമയം പുൾ ഡൗൺ ചെയ്തത് മെയിൻ സ്റ്റോക്സ് ITC, ടെക് മഹേന്ദ്ര, വിപ്രോ, ബ്രിട്ടാനിയ, M&M, XYZ. ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 31,811, ഓപ്പണിംഗ് 32,082. ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് അഗെയിൻ ആൻഡ് ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 32,464. ഡേ ലോ വാസ് 31,863 613 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 32,424 നിന്ന് ബാങ്ക് നിഫ്റ്റി വളരെ ഭംഗിയായിട്ട് ക്ലോസ് ചെയ്തു. രണ്ടിലും ഫോം ചെയ്തിട്ടുള്ളത് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ആൻഡ് ഇന്ന് ബാങ്ക് നിഫ്റ്റിനെ പുള്ളപ്പ് ചെയ്യാൻ സഹായിച്ചത് ഡെഫിനറ്റ്ലി കോൺട്രിബ്യൂഷൻ വന്നിട്ട് HDFC ബാങ്ക്, ICICI ബാങ്ക്, കൊട്ടക് മഹേന്ദ്ര, SBI, ആക്സിസ് ബാങ്ക്. ആൻഡ് പ്രത്യേകിച്ച് ഒരു പുൾ ഡൗൺ എന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ബാങ്കിങ് സെക്ടറിൽ. സോ തീർച്ചയായും ഇന്ന് പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസ് വെരി ശരിക്കും ഹെൽപ്പ് ചെയ്തു മാർക്കറ്റിന്. നല്ലൊരു ഗ്യാപ്പ് അപ്പ് തന്നെ നമുക്ക് ആദ്യം കിട്ടി. ആൻഡ് അതിന് ശേഷം 14,440 എന്നുള്ള ഒരു ഹർഡിൽ ക്രോസ് ചെയ്തോട് കൂടിയിട്ട് പിന്നെ മാർക്കറ്റിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഓക്കെ, സോ എല്ലാ സെക്ടറിലും നല്ലൊരു ബൈങ് ഉണ്ടായി. അതേസമയം കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടതാണ് എല്ലാ സെക്ടറും റെഡിലായിരുന്നു. ബട്ട് ടുഡേ ജസ്റ്റ് ഓപ്പോസിറ്റ്. ആൻഡ് ഇതെല്ലാം ഒരു നല്ലൊരു ക്ലീൻ റാലിക്ക് ഇന്ന് സാക്ഷ്യം വഹിച്ചു മാർക്കറ്റ്. നാളത്തേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ടെക്നിക്ക്, കൂടുതലൊന്നുമില്ല. ഇഫ് നിഫ്റ്റി ബ്രീച്ച് 14,350 ഗോ ഫോർ ഷോർട്ട്. അതേസമയം ഓപ്പണിംഗ് ഒരു ഹാഫ് ആൻ അവറിൽ ഓപ്പണിങ്ങിൽ നിങ്ങൾക്കൊരു നല്ലൊരു ഡിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ട്രൈ ടു ബൈ ഓൺ ദാറ്റ് ഡിപ്പ് ആൻഡ് ഗോ ഫോർ ലോങ്. ടാർഗറ്റ് ഷുഡ് ബി 14,640. India VIX down by 6.16%. ആൻഡ് ഓപ്ഷൻ ഡാറ്റ പ്രകാരം ഒരു ഇമ്മീഡിയറ്റ് ട്രേഡിംഗ് റേഞ്ച് നാളത്തേക്ക് കാണുന്നത് 14,300 to 14,700 ആണ്. ആൻഡ് കോളിൻ്റെ ഓപ്ഷൻ ഡാറ്റയിൽ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 14,000ലും സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,000 സ്ട്രൈക്കിലുമാണ്. ആൻഡ് കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 15,000ലും ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 14,500ലും. കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ 15,000ലും ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 14,700ലും. പുട്ടിൻ്റെ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് 14,400ലും. സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അത് സ്പ്രെഡായിട്ട് കിടക്കുകയാണ്. അതേസമയം കുറച്ച് അൺവൈൻഡിങ് കാണാൻ കഴിയുന്നത് 13,500 സ്ട്രൈക്കിലുമാകുന്നു. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽസ്. ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തെ ഒരു ടെക്നിക്കൽ വ്യൂ അനുസരിച്ചിട്ട് ബൈ ഓൺ ഡിപ്പ് ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ആൻഡ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് ഇറ്റ് ഷുഡ് ഹോൾഡ് അബവ് 32,200 ലെവൽസ്. ഓക്കെ, ആൻഡ് റെസിസ്റ്റൻസ് പിന്നെ കിട്ടുന്നത് 32,750ലും, നെക്സ്റ്റ് ഈസ് 33,000ലും. അതേസമയം സപ്പോർട്ട് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് 32,000ലാണ്, ആൻഡ് സെക്കൻഡ് 31,700ലും. ആൻഡ് ഇന്ന് പോസിറ്റീവ് സെറ്റപ്പ് കാണാൻ കഴിഞ്ഞ മെയിൻ സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ IDFC ഫസ്റ്റ് ബാങ്ക്, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ്, ഫെഡറൽ ബാങ്ക്, DLF, ടാറ്റ മോട്ടോഴ്സ്, REC, ഹാവൽസ്, ഗ്രാസിം, സീമെൻസ്, ലുപ്പിൻ, LNT, ബാറ്റ ഇന്ത്യ, വോൾട്ടാസ്, ബർജർ പെയിൻറ്റ്സ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, റിലയൻസ്, ബജാജ് ഓട്ടോ, ബജാജ് ഫിനാൻസ്, അങ്ങനെ ഒത്തിരി സ്റ്റോക്സ് ഉണ്ട്. അതേസമയം ഒരേ ഒരു സ്റ്റോക്കിൽ മാത്രമാണ് ഇന്ന് വീക്ക്നെസ് പെട്ടെന്ന് കാണാൻ കഴിയുന്നത്. അത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ആണ്. ഫ്രണ്ട്സ്, നിഫ്റ്റിയുടെ കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ്, ഫസ്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ള സപ്പോർട്ട് 14,390ലാണ്, ആൻഡ് സെക്കൻഡ് ഈസ് 14,270ലും. അതേസമയം ഇഫ് ഇൻഡെക്സ് മൂവ്സ് അപ്പ്, റെസിസ്റ്റൻസ് ഫസ്റ്റ് കാണാൻ കഴിയുന്നു 14,590ലും, സെക്കൻഡ് ഈസ് 14,660ലും. അതേസമയം ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ഫസ്റ്റ് 32,030ലാണ്, സെക്കൻഡ് ഈസ് 31,650ലും. അതേസമയം റെസിസ്റ്റൻസ് 32,630ലും, ആൻഡ് സെക്കൻഡ് ഈസ് 32,850ലും. നാളെ റിസൾട്ട് വരാനിരിക്കുന്ന മെയിൻ കമ്പനീസ് നോക്കുകയാണെങ്കിൽ ബജാജ് ട്വയിൻസ്, HDFC IMC, ഫെഡറൽ ബാങ്ക്, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഹാവൽസ് ഇന്ത്യ, LNT ടെക്നോളജി സർവീസ്, മെനി മോർ. ഒത്തിരി കമ്പനീസിൻ്റെ റിസൾട്ട് നാളെ ക്വിറ്റ് ആവാനുണ്ട്. സോ എന്നും പറയുന്ന പോലെ പ്ലീസ് ഗോ ടു NSE വെബ്സൈറ്റ് ആൻഡ് ചെക്ക് ഇറ്റ്. അതുപോലെ തന്നെയാണ് കുറച്ച് ന്യൂസുകളുള്ളത്. അതിൽ മെയിനായിട്ട് ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെയാണ്. അവരുടെ റിസൾട്ട് പുറത്തായിട്ടുണ്ട്, പക്ഷേ ഒരു കൺസോളിഡേറ്റഡ് പ്രോഫിറ്റാണ് അവർ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ഫെഡറൽ ബാങ്കിലുള്ള ന്യൂസ്, രാകേഷ് ജുൻജൻവാല അദ്ദേഹത്തിൻ്റെ സ്റ്റോക്സ് റിഡ്യൂസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്, റിഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ICICI ലോംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി, അവരുടെ റിസൾട്ട് വന്നു, നല്ലൊരു പ്രോഫിറ്റാണ് അവരെ സമയത്തോളം. ആൻഡ് വേദാന്ത MFSൽ അവർ സ്റ്റേക്സ് റിഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ന്യൂസും നിങ്ങൾ NSE വെബ്സൈറ്റിൽ തന്നെ പോയിട്ട് ക്ലിയർ ആയിട്ട് നോക്കി മനസ്സിലാക്കുക. ആൻഡ് യു ക്യാൻ ആഡ് ദീസ് സ്റ്റോക്സ് ഫോർ ടുമാറോസ് ഇൻട്രാഡേ. അതായത് ടാറ്റ കമ്മ്യൂണിക്കേഷൻ, ഫെഡറൽ ബാങ്ക്, ICICI ലോംബാർഡ്, വേദാന്ത. ഓക്കെ, ആൻഡ് FIIS ആൻഡ് DIISDATA. FIISൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നത്തെ ഒരു നെറ്റ്വർക്ക് ബൈങ് 257 crores-ൻ്റെയാണ് ഓൺലി. അതേസമയം DIISൻ്റെ ഭാഗത്ത് നിന്ന് സെൽ ഓഫ് 199 crores-ൻ്റെയും. വെരി പുവർ ബൈയിങ് ആൻഡ് സെല്ലിങ്. FIISും DIISും ഇങ്ങനെ കുറച്ച് ബൈയിങ്ങും സെല്ലിങ്ങും എടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദർ വെയിറ്റിംഗ് ഫോർ സംതിങ്. ഓക്കെ, ഒരു അൺസർട്ടനിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളുടെ മാർക്കറ്റ് അപ്പ് ചെയ്ത് നോക്കണ്ട, അത് വെച്ച് നാളെ ഡൗൺ ആവുന്നല്ല ഞാൻ പറയണത്. എൻ്റെ അർത്ഥം വെനെവർ അവിടെ ബൈയിങ്ങും സെല്ലിങ്ങും കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ബിഗ് പ്ലെയേഴ്സ്. ഓക്കെ, സോ അവർക്കറിയാം മൂമെൻറ്റ്സ്, അവർ അറിഞ്ഞു കഴിഞ്ഞിട്ടേ നമ്മളറിയുള്ളൂ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. സോ ഇതൊക്കെ ഒരു കോൺഷ്യസ് ആയിട്ടിരിക്കേണ്ട ഒരു ഏരിയാസാണ്. ഈ ഒരു ഡാറ്റകളൊക്കെ ശരിക്കും, ഈ ഡാറ്റയിൽ നിന്നൊക്കെയാണ് ശരിക്കും നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. വൈ ദീസ് പീപ്പിൾ ആർ നോട്ട് ബൈയിങ് ഓർ സെല്ലിങ്, അതൊക്കെ നമ്മളത് മനസ്സിലാക്കണം. തീർച്ചയായും എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് നാളത്തെ ജോ ബൈഡൻ്റെ ഒരു സ്ഥാനാരോഹണം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, പ്ലസ് നമ്മളുടെ ബഡ്ജറ്റ് വരാനുണ്ട്. ഇതൊക്കെ ഭയങ്കര ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നതാണ് മാർക്കറ്റിൽ. സോ അവർ കോൺഷ്യസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളും കോൺഷ്യസ് ആയിട്ടിരിക്കണം, അത്രമാത്രം. ഇനി നാളത്തേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റോക്സുകൾ ഞാൻ ഓൺലി പേര് മാത്രം പറയാം. ദർ ഈസ് നോ ടാർഗറ്റ് ഓർ ട്രിഗർ. സോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെയും ഇതുപോലൊരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് തരുന്നതിൽ യാതൊരു അർത്ഥമില്ല. സോ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞ സ്റ്റോക്സുകൾ തന്നെയാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി ഒന്ന് ഫിൽട്ടർ ചെയ്ത് പറയുന്നത് മാത്രം. ബജാജ് ട്വയിൻസ്, റിലയൻസ്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ആൻഡ് ICICI ലോംബാർഡ്, ആൻഡ് HDFC,
AMC. ഇന്ന് യൂറോപ്യൻ മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റും ക്ലോസ് ചെയ്തിട്ടുള്ള നല്ലൊരു പോസിറ്റീവ് മോഡിൽ തന്നെയാണ്. ആൻഡ് അറ്റ് പ്രസൻറ്റ് US മാർക്കറ്റ് ട്രേഡിംഗ് നല്ലൊരു പോസിറ്റീവ് മോഡിൽ തന്നെയാണ്. ഈ ഒരു പോസിറ്റീവ് മോഡ് നാളെ കാലത്ത് വരെ നാളെ കാലത്തേക്ക് ഉണ്ടാവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസിങ് വരെ ഉണ്ടാവുകയാണെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് നല്ലൊരു ഗുഡ് ഗ്യാപ്പ് അപ്പ് നാളെ. ലെറ്റ്സ് സി. അതർവൈസ് ഗ്യാപ്പ് ഡൗൺ ആയിരിക്കാം. എന്തായാലും ഫ്രണ്ട്സ്, കെയർഫുള്ളി ട്രേഡ് എടുക്കുക. Standard disclaimer, this is all my personal views, don't follow it blindly. Consult a financial advisor before you enter the market or trade. And don't forget to subscribe my channel. Please hit the like button, share it. Money എന്തായാലും അടിച്ചോളൂ. Ting ting. Happy trading. Take care. Good night.